ഷാലോം ടിവിയുടെ ഹെവൻലി മെലഡീസിലേക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക പ്രിയ ബഹുമാനപ്പെട്ട ഫിനിൽ ഈടാരത്തച്ഛനാണ്. അച്ഛൻ CMI സഭയുടെ ബിജിനോറുള്ള സെൻറ്റ് ജോൺസ് പ്രൊവിൻസിലെ അംഗമാണ്. ഫിലിനച്ച, എന്തുണ്ട്, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അച്ഛാ. അതിനകത്ത് ഇന്ന ദിവസം ഈ വേദിയിൽ ഒരുമിച്ചായിരിക്കുമ്പോൾ ഞങ്ങൾ ഒരേ ബാച്ചുകാരാണ്. സെമിനാരിൽ ഒരുമിച്ച് ചേർന്നവർ, ഒരുമിച്ച് പഠിച്ചവർ, 2 പ്രവിശ്യയില അംഗങ്ങൾ അന്ന് മാത്രമേ ഉള്ളൂ, ഒരേ കോൺഗ്രേഷനാണ്. അപ്പോൾ ഒത്തിരി അഭിമാനത്തോടു കൂടെ ഇന്നത്തെ ദിവസം ഫിനിലച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ അച്ഛനെ നേരത്തെ തന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അച്ഛൻ്റെ ഒത്തിരി പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ട്. അച്ഛൻ നല്ലൊരു ഗാനരചയിതാവാണ്, നല്ല സംഗീതജ്ഞനാണ്. അച്ഛാ, ഒത്തിരി സന്തോഷമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്നത്, അച്ഛൻ വന്നിരിക്കുന്നതൊരു സംഗീത പാരമ്പര്യമുള്ളൊരു കുടുംബത്തിൽ നിന്നാണ്. അച്ഛൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി, എനിക്ക് ഒത്തിരി അറിയാവുന്ന അമ്മച്ചിയാണ്. ഞാൻ പല പ്രാവശ്യം അച്ഛൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. അമ്മച്ചി ആകാശവാണിയിലൊരു പ്രിയപ്പെട്ട ഗായിക കൂടിയായിരുന്നു. എനിക്ക് തോന്നുന്നത് അച്ഛൻ്റെ സംഗീതത്തിൻ്റെ ഒരു കേന്ദ്രം തന്നെ അവിടെയാണ്. അച്ഛൻ എങ്ങനെയാണ് അച്ഛാ ഈ സംഗീതത്തിലേക്ക് വന്നത്, അതുപോലെ തന്നെ സഭയിലേക്ക് വന്നത്, ഇതുമായിട്ട് ഇപ്പോൾ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നത്, ആ വിശേഷങ്ങളൊക്കെ ഒന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കുമോ? ഒത്തിരി സന്തോഷമുണ്ട്. വിപിനച്ചന് നല്ല ഒരു സംഗീത പാരമ്പര്യത്തിൽ തന്നെയാണ് എനിക്ക് വരുവാനായിട്ട് ഇടയായത്. ഞാനതിന് ആദ്യമായിട്ട് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുകയാണ്. പിന്നെ ബഹുമാനപ്പെട്ട വിപിനച്ചൻ ഓൾറെഡി ചോദിച്ചു അമ്മച്ചിയുടെ കാര്യം. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും, ഞാനിന്നൊരു വൈദികനായിരിക്കുന്നത്, ഒരു സന്യാസ വൈദികനായിരിക്കുന്നത് അമ്മച്ചിയുടെ പ്രാർത്ഥനയും, തീർച്ചയായിട്ടും അപ്പച്ചനും അമ്മച്ചിയുടെ വലിയൊരു പ്രാർത്ഥന ഇപ്പോഴുമുണ്ട്. അച്ഛൻ പറഞ്ഞ പോലെ അമ്മച്ചി നല്ലൊരു സംഗീത അധ്യാപികയായിരുന്നു. അതിനെപ്പോഴും എനിക്ക് അഭിമാനമുണ്ട്. അന്ന് വർഷങ്ങൾക്ക് മുമ്പ്, അമ്മച്ചിക്ക് ഇപ്പം 80 വയസ്സുണ്ട്. ആ ഒരു സമയത്ത് അമ്മച്ചി സ്ഥിരമായിട്ട് പാട്ട് പാടുമായിരുന്നു വീട്ടിലായിരിക്കുമ്പോഴൊക്കെ. പക്ഷെ അന്ന് പഠിക്കുവാനോ അല്ലെങ്കിൽ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. 80 വയസ്സുണ്ട്. 80 വയസ്സുണ്ട് അമ്മച്ചി. പ്രാവശ്യം വന്നപ്പോഴും അമ്മച്ചി ആ സുശീലാമ്മയുടെ പാട്ടൊക്കെ, ഊഞ്ഞാലെന്ന പാട്ടൊക്കെ പാടിയപ്പോൾ ഇപ്പോഴും എന്ത് ക്യൂട്ടാണ് അമ്മച്ചിയുടെ വോയിസ് അല്ലേ? അമ്മച്ചി ആ ഒരു, കാരണം ഞാൻ കണ്ടിരിക്കുന്നത് അമ്മച്ചിയിൽ ഒരു വളരെ കമ്മിറ്റഡാണ് അമ്മ. പ്രത്യേകിച്ച് സംഗീതത്തിൻ്റെ വിഷയമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അമ്മ വളരെ ഒത്തിരി സന്തോഷത്തോടെയാണ് പറയുക. ഒന്ന് അമ്മച്ചി പോയ അനുഭവങ്ങൾ തന്നെയാണ്, അമ്മ പോയ വഴികൾ. അപ്പം അതിന് അമ്മച്ചിയുടെ ആങ്ങളമാർ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, അതെന്നും എനിക്കറിയാം. അമ്മേനെ പഠിപ്പിക്കാനായിട്ട് ആങ്ങളമാർ ഒത്തിരി മുൻകൈ എടുത്തു. അങ്ങനെയാണ് അമ്മച്ചി പഠിച്ചത് നമ്മുടെ പാലക്കാട് ചെമ്പൈ സംഗീത കോളേജിലായിരുന്നു അമ്മ പഠിച്ചത്. അന്ന് 4 വർഷമായിരുന്നു. ഇന്ന് 3 വർഷമാക്കിയത് മാറ്റി, BA മ്യൂസിക് നമ്മൾ പറയുന്ന പോലെ. അന്ന് ഗാനഭൂഷണമായിരുന്നു. അപ്പോൾ അന്ന് അമ്മ പഠിച്ചു. ആ 4 വർഷം അമ്മ കഷ്ടപ്പെട്ട് പഠിച്ചു. ഉടനെ തന്നെ അമ്മച്ചിക്ക് കാഞ്ഞങ്ങാട് ഒരു ദുർഗ ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിൽ വിവാഹത്തിന് ശേഷം അവിടെ ജോലി കിട്ടി. അങ്ങനെ ഏകദേശം ഒരു 16 വർഷത്തോളം അമ്മച്ചി അവിടെ പഠിപ്പിച്ചു. പിന്നെ പപ്പ പഠിപ്പിച്ച ഒരു മാനേജ്മെൻറ്റ് സ്കൂളിലേക്ക് അമ്മയ്ക്ക് ട്രാൻസ്ഫറായി. അങ്ങനെ അവിടെ നിന്നാണ് അമ്മച്ചിക്ക് ആകാശവാണിയിലേക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ എനിക്ക് സന്തോഷമുള്ളത് പറയാൻ, കാരണം അമ്മ ഒത്തിരി ലളിതഗാനങ്ങൾ കോഴിക്കോട് ആകാശവാണിയിൽ അമ്മ പാടിയിട്ടുണ്ട്. കോഴിക്കോട്. അപ്പോൾ അപ്പച്ചനും ഒത്തിരി ഇഷ്ടമായിരുന്നു. അവരൊരുമിച്ച് പോകും. 3 പാട്ടുകളായിരിക്കും എല്ലാ ഒക്ടോബർ മാസത്തിലും. അങ്ങനെ ഒത്തിരി പാട്ടുകൾ അമ്മ പാടി, മനോഹരമായ ഒത്തിരി പാട്ടുകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ദക്ഷിണമൂർത്തി സ്വാമി, നമ്മുടെ കൈതപ്പുറം മാഷ്, അവരോടൊപ്പം ഒന്നിച്ച് അവരുടെ മുമ്പിൽ പാടുവാനും, അപ്പോൾ ആ ഒരു വലിയൊരു അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു. പിന്നെ വിപിനച്ചൻ പറഞ്ഞതുപോലെ സുശീലാമ്മയുടെയും അല്ലെങ്കിൽ ജാനകിയുടെയൊക്കെ ഒരു ചായ്വ്, ഒരു സിമിലാരിറ്റി അമ്മച്ചിയെക്കുറിച്ച് പറയുമായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എത്ര വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. അമ്മച്ചിയുടെ അനുഗ്രഹം അതെനിക്ക് തോന്നുന്നത് സഭയിൽ വന്നിട്ടും അച്ഛനെ കിട്ടി അല്ലേ? സഭയിലും അമ്മയുടെ കരുതൽ സഭ നൽകി, അതുകൊണ്ടാണ് അച്ഛൻ ഇത്രയും വർക്ക് ചെയ്യാൻ പറ്റി അല്ലേ? സഭയിൽ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു വെച്ചാൽ? തീർച്ചയായിട്ടും ഞാൻ സഭയിൽ വരുന്നതിന് മുമ്പ് അമ്മച്ചി ഒത്തിരി ട്രൈ ചെയ്തിരുന്നു എന്നെ പാടിപ്പിക്കുവാനായിട്ട്. പക്ഷെ അന്നൊന്നും എനിക്ക് ഇച്ചിരി ഒരു വിരക്തി പോലെ ഞാൻ മാറുന്നൊരു അനുഭവം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു നാണം, പേടി, അങ്ങനെയുള്ള അസ്വസ്ഥതകൾ. പക്ഷെ പിന്നീട് സഭയിൽ ചേർന്നതിന് ശേഷം എന്നെ അറിയാവുന്ന കുറേ വൈദികർ, റെക്ടച്ചൻ കൂടുതലായിട്ട് താല്പര്യപ്പെടുത്തു. ഫിനിലച്ച പാടണം, സ്റ്റേജിലൊക്കെ പോയി പാടണം. അങ്ങനെ കുർബാനയ്ക്കൊക്കെ ഞാൻ പാടുമായിരുന്നെങ്കിലും അതിനുശേഷം അവർക്കത് മനസ്സിലായി, അച്ഛനിങ്ങനെ അമ്മയിൽ നിന്നിട്ട് ആ അഭിരുചി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഡിഗ്രിയുടെ സമയത്ത് ഫിലോസഫി കഴിഞ്ഞ് നാട്ടിലേക്ക് എന്നെ RLV കോളേജിലേക്ക് പഠിക്കുവാനായിട്ട് അയക്കുകയാണ്. അപ്പം അത് എൻ്റെ ജീവിതത്തിലെ
ഒത്തിരി അനുഭവങ്ങളോട് കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തത് അമ്മച്ചിയുടെ ഒരു ആഗ്രഹമായിട്ടാണ് എപ്പോഴും ഞാൻ കാണുന്നത്, അമ്മയുടെ ഒരു പ്രാർത്ഥനയും. കാരണം അമ്മയുടെ ആ ഒരു RLV കോളേജിൽ BA മ്യൂസിക്, RLV കോളേജിൽ BA മ്യൂസിക് ചെയ്തു. 3 വർഷം അങ്ങനെ പഠിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ദാസേട്ടൻ പഠിച്ച ആ സെയിം കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. അവിടെ നിന്നാണ് എനിക്ക് കൂടുതൽ ഒത്തിരി പാട്ടുകൾക്ക് സംഗീതം ചെയ്യുവാനും പാടുവാനായിട്ട് ഒത്തിരി അവസരം കിട്ടി. അങ്ങനെ ഏകദേശം ഒരു 365ഓളം പാട്ടുകൾ ഇന്ന് വരെ ചെയ്യുവാനായിട്ട് ദൈവം അനുവദിച്ചിട്ടുണ്ട്. അത് ഞാൻ പല വേദികളിൽ അത് പാടാൻ സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം, വിമലച്ചനോട് ഞങ്ങൾ ബാംഗ്ലൂർ ധർമാറാം കോളേജിൽ പഠിച്ചപ്പോൾ ഞങ്ങൾ ഒരുമിച്ചൊക്കെ പാടിയിട്ടുമുണ്ട്. അച്ഛൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട മ്യൂസിക് മാസ്റ്ററൊക്കെ ആയിരുന്നു. അച്ഛൻ്റെ ഒരു പ്രത്യേകത അച്ഛൻ്റെ ശബ്ദമാണ്. നല്ല പവർ, നല്ല ഡെപ്തുള്ളതാണ്. നമുക്ക് അങ്ങനെയാണെങ്കിൽ അച്ഛൻ തന്നെ സംഗീതം ചെയ്ത, അച്ഛൻ തന്നെ ആലപിച്ച ഒരു പാട്ടോടുകൂടി നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ഈ പാട്ടിനെക്കുറിച്ച് പാടുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാരണം ഇതിൻ്റെ വരികൾ എമിലി വിനോദ് എന്ന് പറഞ്ഞൊരു സഹോദരിയാണ് എഴുതിയത്. ചേച്ചി ഡൽഹിയിലാണ്. ഇപ്പം ഞാനൊരു 8 വർഷം ഡൽഹിയിൽ ഗാസിയാബാദ് എന്ന സ്ഥലത്ത് പള്ളിയിൽ, നമ്മുടെ പ്രോവിൻസിൻ്റെ സ്കൂളും പള്ളിയുണ്ട്, അവിടെ 8 വർഷം ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചു. അപ്പോൾ ഈ ചേച്ചിയും കുടുംബവും സ്ഥിരമായിട്ട് നമ്മുടെ പള്ളിയിലൊക്കെ പട്ടത്തിന് ശേഷമാണ് പാടുവാൻ, അവിടെ പ്രാർത്ഥിക്കുവാനൊക്കെ സ്ഥിരം വരുമായിരുന്നു. അപ്പം അങ്ങനെ ചേച്ചി ഞാൻ അവിടെ ആയിരിക്കുന്ന ആ സമയത്ത് ഒരു 3-4 പാട്ടുകൾ എനിക്ക് എഴുതി തന്നു. അതിൽ ഏറ്റവും ചേച്ചി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് കാവലാകുന്ന സ്നേഹം. ദൈവത്തിൻ്റെ ആ നിസ്സീമമായൊരു സ്നേഹത്തെ ചിത്രീകരിക്കുന്നതാണ്. അപ്പം ഞാനതിന് ആ വരികൾക്ക് ഞാൻ തന്നെ ഈണം കൊടുത്തു. ചേച്ചിനെ ഞാൻ ഒന്ന് കേൾപ്പിച്ചു. അപ്പോൾ വളരെ സന്തോഷത്തോട് ചേച്ചി പറഞ്ഞു, നല്ലൊരു ട്യൂണ്, ആ ലിറിക്സിനോട് യോജിച്ച് പോകുന്നതായിട്ടൊരു അനുഭവം. അപ്പം ചേച്ചിയുടെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു ഇത് ഫിൻലച്ചൻ തന്നെ പാടണം. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു, റെക്കോർഡിങ്ങിനായിട്ട് വന്നു, ഓർക്കസ്ട്രേഷൻ ചെയ്തു, ഞാൻ തന്നെ ആ പാട്ട് പാടി. അപ്പോൾ തീർച്ചയായിട്ടും അത് പാടുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു ഗാനം തന്നെ, നമുക്ക് ആ ഗാനം തന്നെ തീർച്ചയായിട്ടും. അതോടൊപ്പം ആ പാട്ട് ചെയ്തതിന് ശേഷവും പലപ്പോഴും ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അത് പലരും എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈവൻ ഡോക്ടേഴ്സ്, രോഗാവസ്ഥയിലായിരുന്ന അവസരത്തിൽ ഒരു ഡോക്ടർ എന്നോട് ഷെയർ ചെയ്തിരുന്നു. ഈ പാട്ട് പലപ്പോഴും കേട്ടപ്പോൾ ശാരീരികമായിട്ടും ആത്മീയമായിട്ടും ഒരു ഉണർവ് കിട്ടി എന്നാണ് ആ സഹോദരി, ആ ഡോക്ടർ എന്നോട് ഷെയർ ചെയ്തത്. ഞാൻ ഇപ്പോൾ അത് പാടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാവലാക്കുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, കാവലാക്കുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, എന്നെ പൊതിയുന്ന വാത്സല്യമേ, ഓ ദിവ്യകാരുണ്യമേ, കാവലാക്കുന്ന സ്നേഹമേ. നെഞ്ചുപിടയം സ്നേഹം നൽകി മറഞ്ഞു പോയവനല്ലവൻ, നെഞ്ചുപിടയം സ്നേഹം നൽകി മറഞ്ഞു പോയവനല്ലവൻ, എന്നെ നെഞ്ചോടു ചേർത്തവൻ, തിന്മ കാണാതെ കാത്തവൻ, ആണിപ്പഴുതിൽ സഹനങ്ങൾ ഒഴിപ്പിച്ചവൻ, എന്നും ബലിയായി തീർന്നവൻ, കാവലാക്കുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, കാവലാക്കുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ.
എന്നിലുറയും പാപക്കറകൾ കഴുകി വെണ്മ നിറച്ചിടാൻ. എന്നിലുറയും പാപക്കറകൾ കഴുകി വെണ്മ നിറച്ചിടാൻ. അന്നു ചെന്നിളം ചിന്തിയവൻ സ്നേഹസ്പർശനം നൽകിയോ. മാറു പിളർന്നു സ്നേഹം നൽകിയവൻ നിത്യജീവനേകിയവൻ. കാവലാക്കുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, കാവലാക്കുന്ന സ്നേഹമേ, കരുതലേകുന്ന സ്നേഹമേ, എന്നെ പൊതിയുന്ന വാത്സല്യമേ, ഓ ദിവ്യകാരുണ്യമേ, കാവലാക്കുന്ന സ്നേഹമേ. അച്ഛാ വളരെ മനോഹരമായിരിക്കുന്നു അച്ഛാ. ഒത്തിരി സന്തോഷം. ഒരു ഡോക്ടറാണുള്ളത് പങ്കുവെച്ചു. ഒത്തിരി പേര് പറഞ്ഞായിരുന്നല്ലോ ഈ ഗാനം ഒത്തിരി സൗഖ്യത്തിന് കാരണമായിട്ടുണ്ട്. കുറേ പേര് എനിക്കൊന്നും അതിൻ്റെ വരികൾ പറയാതിരിക്കാൻ വയ്യ. കരുതലോടെ കാക്കുന്നവൻ, സ്നേഹമുള്ളവൻ, പൊതിഞ്ഞു വയ്ക്കുന്നവൻ, അങ്ങ് മാറിപ്പോകുന്നവനല്ല. അച്ഛനത് എനിക്കൊന്നും ആ വരികൾ ഒരു സഹോദരി എഴുതിയതല്ലേ? സഹോദരിയുടെ പേര് പേര് എമിലി വിനോദ് എന്നാണ്. മനോഹരമായ ഡൽഹിയിൽ അവരുടെ കുടുംബമായിട്ട് ജീവിക്കുന്നു. ആ വരികൾക്ക് കറക്റ്റായിട്ടുള്ള വളരെ ആപ്റ്റായിട്ടുള്ള ഒരു സംഗീത അച്ഛൻ കൊടുത്തു. അച്ഛൻ്റെ ശബ്ദവും വളരെ മനോഹരമായിട്ട് അച്ഛൻ പാടി. അപ്പോൾ ഇനിയും ഒത്തിരി പേർക്ക് ആ ഒരു നിരാശയുടെ ആയിക്കോട്ടെ, സങ്കടത്തിലായിക്കോട്ടെ, അങ്ങനെ പോകുന്നവർക്കൊക്കെ ഇത് ഒരു ഹീലിങ്ങിന് കാരണമായിട്ട് പ്രാർത്ഥിക്കും. ഞാനും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എനിക്കിനി അച്ഛൻ്റെ ദൈവവിളിയെ പറ്റി ഒന്ന് പറഞ്ഞാലോ. അച്ഛൻ സെമിനാരിലേക്ക് പ്രവേശിച്ചത് എന്നു മുതലാണ് ആ ഒരു ദൈവിക ചിന്ത അല്ലെങ്കിൽ അച്ഛനാവണമെന്ന് ആഗ്രഹം വന്നത്, സെമിനാരിൽ ചേർന്നതും അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം? തീർച്ചയായിട്ടും അച്ഛാ. ദൈവവിളിയെക്കുറിച്ച് ചെറുപ്പകാലത്ത് ഞാൻ എൻ്റെ പപ്പായുടെ അമ്മയോടൊപ്പം പള്ളിയിൽ പോകുമായിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അതുമാത്രമല്ല പപ്പായ അമ്മച്ചി അത്രമാത്രം വിശ്വാസം പകർന്ന് നൽകിയിട്ടുണ്ട്. ഞാനത് കാണുന്നത് അപ്പച്ചനും അമ്മച്ചിയിൽ നിന്നാണ് കൂടുതൽ. കാരണം രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ടുപേരും, ഞാൻ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചുകൊണ്ട് സമയത്ത് പപ്പായ്ക്ക് അമ്മച്ചിക്ക് ഒരു പ്രാർത്ഥനയുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റോളം പോകും. കർത്താനമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥന അവസാനിക്കും. അതിനുശേഷമാണ് അവർ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെപ്പോഴും ഞാനത് കേൾക്കുമായിരുന്നു, പപ്പായമ്മയും പ്രാർത്ഥിക്കുന്നത്. അതോടൊപ്പം തന്നെ പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൊച്ചുനാളിൽ തൊട്ട് പപ്പായുടെ അമ്മച്ചിയോടൊപ്പം കുർബാന, വിശുദ്ധ കുർബാനയ്ക്ക് എപ്പോഴും പോകുമായിരുന്നു. പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ പപ്പായ്ക്ക് അമ്മയ്ക്ക് നേരത്തെ പോകണം. ഞങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടു കൂടിയാണ് വളർത്തിയത്, ശിക്ഷണം നൽകിക്കൊണ്ട് തന്നെ. അച്ഛൻ്റെ ഇടവക ഏതാണ്? എൻ്റെ കള്ളാറാണ്. എനിക്കൊന്ന് വിമനസിനോട് ഒന്ന് കുർബാന ചൊല്ലിയിട്ടുണ്ട്. കള്ളാർ ഇടവക കാസർഗോഡ് ജില്ലയാണ്. അപ്പോൾ പപ്പായ അമ്മയും ആ ഒരു ചെറുപ്പകാലത്ത് തൊട്ട് കുർബാനയിലേക്ക് എന്നെ കൊണ്ടുപോകുമായിരുന്നു. അവിടെ എനിക്ക് ഒത്തിരി വലിയൊരു അനുഭവമായിരുന്നു. കാരണം കൈപിടിച്ച് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ പിന്നെ അതൊരു പ്രാർത്ഥന അനുഭവമായിട്ട് മാറി. അതിനുശേഷം ഞാൻ 8ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. ഇപ്പോൾ ഈ ആഗ്രഹത്തിന് കുറവുകളില്ല, കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 9ാം ക്ലാസ് കഴിഞ്ഞു, 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചപ്പോൾ പഠിച്ച സ്കൂളിൻ്റെ പേരും കൂടി ഒന്ന് പറയാം. അതെ, തീർച്ചയായും. ഞാൻ പഠിച്ച സ്കൂള് രാജപുരം ഹോളി ഫാമിലി ഹൈസ്കൂളാണ്. പപ്പായമ്മയെ അവിടെയായിരുന്നു വർഷക്കാലം ജോലി ചെയ്തത്, ഹോളി ഫാമിലി ഹൈസ്കൂള്. അപ്പോൾ അവിടെ 10ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. അപ്പോഴും ആഗ്രഹത്തിന് കുറവ് സംഭവിക്കുന്നില്ല, ആഗ്രഹം കൂടിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു പപ്പായുടെ അമ്മയോടും, എനിക്ക് സെമിനാരിൽ പോകണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു മിഷണറി വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെപ്പോഴും ഞാൻ പറയുമായിരുന്നു. പക്ഷേ എൻ്റെ അപ്പച്ചനും അമ്മച്ചി എപ്പോഴും എന്നോട് പറയും, നിൻ്റെ ആഗ്രഹം പോലെ നടക്കും, നീ പ്രാർത്ഥിക്കുക. പക്ഷേ അതിനുശേഷം ഞാൻ SSLC പാസ്സായി. അതിനുശേഷം പപ്പായമ്മയും പറഞ്ഞു, നിൻ്റെ ആഗ്രഹം എന്താണ്? അപ്പം അന്ന് PDC ആണ്, പ്രീ ഡിഗ്രി പഠിക്കുവാനായിട്ട്. പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണല്ലോ, കുറച്ചുകൂടെ ഒരു പക്വതയോട് പോകാൻ സാധിക്കും. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പക്ഷേ വീണ്ടും ഞാൻ പപ്പായോടും അമ്മയോടും പറയുന്നത് പൂർത്തിയാക്കിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് സെമിനാരിൽ പോകണം. അങ്ങനെ ആ സമയത്താണ് സീമയിലെ ബിജുനോ പ്രൊവിൻസ് എന്നൊരു അച്ഛൻ കാസർഗോഡ് വരുന്നു ക്യാമ്പിനായിട്ട്, ഞങ്ങളെ ക്ഷണിക്കുവാനായിട്ട്. അച്ഛൻ വീട്ടിൽ വന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അച്ഛനെ പറഞ്ഞു, ഇന്ന ഡേറ്റിൽ ആലുവയിലേക്ക് നിങ്ങളുടെ ഹൗസിലേക്ക്, ട്രാൻസിറ്റ് ഹൗസിലേക്ക് വരണം, പപ്പായനെയും കൂട്ടിക്കൊണ്ട്. അവിടെ ക്യാമ്പുണ്ട്. അപ്പോൾ ആ ക്യാമ്പിന് പങ്കെടുത്തു.
3 ദിവസത്തെ ക്യാമ്പായിരുന്നു. അവർ സ്നേഹത്തോടെ എന്നെ ക്ഷണിച്ചു ബിജിനൂർ മിഷനിലേക്ക്. അങ്ങനെ ഞാൻ പപ്പായോടും അമ്മയോടും പറഞ്ഞു, പപ്പായ അമ്മയും ഒരു വാക്ക് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ, നിൻ്റെ ആത്മാർത്ഥമായ ആഗ്രഹം എന്താണ് അതനുസരിച്ച് നീങ്ങുവാൻ പറഞ്ഞു. പക്ഷേ ആ ആഗ്രഹം ഞാൻ മനസ്സിലാക്കി അവരുടെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞ വാക്കുകളായിട്ട് ഞാൻ എന്നും സ്വീകരിക്കുകയാണ്. അന്ന് അതാണ് എൻ്റെ ജീവിതത്തിലെ ദൈവവിളിയിലേക്ക് വരുവാനുള്ള ഏറ്റവും വലിയൊരു ആഗ്രഹം തോന്നിയത് ആ നിമിഷമായിരുന്നു. അങ്ങനെ ഞാൻ സഭയിൽ വന്നു. അങ്ങനെ 15 വർഷം ആ ഒരു ഫോർമേഷനിൽ കടന്നുപോയി. ഇന്ന് ദൈവാനുഗ്രഹത്താൽ ഒരു CMI സന്യാസ വൈദികനായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ദൈവത്തിൻ്റെ പദ്ധതികളാണ്. അപ്പം നിന്നെക്കുറിച്ചുള്ള പദ്ധതികളൊക്കെ നിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതികളാണ് ഈശോ തന്നെ പറയുന്നു. അപ്പം അതിന്ന് ഞാൻ ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നു. എനിക്ക് ഫിൻലച്ചനെ പറ്റി പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, അച്ഛൻ ഒരു മരിയദാസനാണ്, ഒരു വലിയൊരു മരിയഭക്തനാണ്, പരിശുദ്ധ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്ന. കാരണം ഫോർമേഷൻ കാലഘട്ടങ്ങളിലൊക്കെ ഒറ്റയ്ക്കിരുന്ന് കൊന്തയില്ലുന്ന, അല്ലെങ്കിൽ എപ്പോഴും കൊന്ത പിടിച്ചുകൊണ്ട് നടക്കുന്ന ബ്രദറായിരുന്ന ബ്രദർ ഫിനിലിനെ ഇപ്പോഴും അച്ഛനായ ഫിനിലച്ഛനെ ഞാൻ കാണാറുണ്ട്. അത് ഒത്തിരി ഇൻസ്പിറേഷനാണ് എനിക്കും ഒത്തിരി പേർക്കൊക്കെ. അങ്ങനെയാണെങ്കിൽ അച്ഛൻ നമുക്കൊരു മാതാവിൻ്റെ ഒരു ഗാനം ആലപിച്ചാലോ? തീർച്ചയായിട്ടും. ഞാൻ ഈ പാട്ട് കാരണം ഒന്ന് മാതാവിൻ്റെ സഭയാണല്ലോ, അമലോത്ഭ മാതാവിൻ്റെ സംഘം എന്നാണെന്നും നമ്മൾ അറിയപ്പെടുന്നത് CMI. അപ്പോൾ മാതാവിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ സ്വീകരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. കാരണം ഡൽഹിയിലായിരുന്നപ്പോൾ എനിക്ക് വലിയൊരു അപകടം സംഭവിച്ചു. അതിന് 3 ദിവസം മുമ്പ് ഞാനിങ്ങനെ കാണുകയാണ്, കാർ ഓടിച്ചു പോകുമ്പോൾ എനിക്ക് അപകടം സംഭവിക്കുന്നതായിട്ട്. ഒരുപക്ഷെ നമ്മുടെ തോന്നലായിരിക്കാം, എങ്ങനെ എന്തോ ഒരു അനുഭവം എനിക്കുണ്ടായി. എന്നിരുന്നാലും ഞാൻ കാർ ഓടിച്ചു. 2 ദിവസം ശേഷം കാർ ഓടിച്ചു. ഒരു അച്ഛനെ കൂട്ടിക്കൊണ്ട് പോകാനായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് കാറ് ഇടിച്ചു. എനിക്ക് നിസ്സാരമായ പരിക്കുകളോടെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ അങ്ങനെ വേറൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഞങ്ങളുടെ സുപ്പീരിയച്ചന് മൾട്ടി ഫ്രാക്ചറൊക്കെ പറ്റി. പക്ഷെ അതിൽ ഞാൻ കണ്ടത് മാതാവ് തന്നെ നീലങ്കിയാൽ ഈശ്വരൻ നൽകി എന്നെ രക്ഷിക്കുന്ന ഒരു അനുഭവമാണ് ഞാൻ കണ്ടത്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ആ വലിയൊരു സ്നേഹവും ആ ഒരു ഭക്തിയും ഇന്നും നിലനിർത്തുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം CMI സഭയിലായിരിക്കുമ്പോൾ അത് കൂടുതൽ ആ ഒരു ആത്മീയ അനുഭവത്തിലൂടെ പോകുവാനുമായിട്ട് മാതാവിനോടൊപ്പം ചലിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അപ്പം കഴിഞ്ഞ വർഷം അതും എനിക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സഭയിൽ തന്നെ ആദിലാബാദ് പ്രോവിൻസിലെ നമ്മുടെ ഭാഷയിൽപ്പെട്ട ഒരു ജോസഫ് കുരുവിളശ്ശേരി അച്ഛനാണ് ഈ മനോഹരമായ ഗാനം രചിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ തന്നെ സംഗീതം. അപ്പം അച്ഛന് ഇതുപോലൊരു ആഗ്രഹമായിരുന്നു, ഫിൻലച്ചന് ഈ പാട്ട് പാടുകയാണെങ്കിൽ സന്തോഷം എന്ന അച്ഛൻ ഷെയർ ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ പാട്ടാണ് ഞാനിപ്പോൾ പാടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അമലോത്ഭവമരിയേ ആത്മമനോഹരിയേ അണയുന്നടിയനിതാ സന്നിധി തേടിടുന്നു. അഴൽ നിറയുന്ന ഇരുൾ വീഴുന്നൊരു വീതിയിൽ പൊൻവിളക്കായി തെളിയണമമ്മേ യേശുവിനമ്മേ. അമലോത്ഭവമരിയേ ആത്മമനോഹരിയേ.
ലോകം പതിരായി കരുതി എന്നെ കനിവാൽ നീ കതിരായി മാറ്റിയല്ലോ. ലോകം പതിരായി കരുതി എന്നെ കനിവാൽ നീ കതിരായി മാറ്റിയല്ലോ. ആലംബമില്ലാതലൈഞ്ഞോരെന്നെ അമ്മയെ പോലെ നീ ചേർത്തു നെഞ്ചിൽ. അമ്മേ അമ്മേ അമലോത്ഭവമരിയേ ആത്മമനോഹരിയേ. പാഴായി പിഴയായി പോയൊരെന്നെ തഴുകി നീ പവിഴമായി മാറ്റിടുന്നു. പാഴായി പിഴയായി പോയ എന്നെ തഴുകി നീ പവിഴമായി മാറ്റിടുന്നു. ആശ നശിച്ചു നിരാശനന്റെ ആശ്രയക്കോട്ടയായി നീ അണഞ്ഞു. അമ്മേ അമ്മേ അമലോത്ഭവമരിയേ ആത്മമനോഹരിയേ. അണയും നടിയനിതാ സന്നിധി തേടിടുന്നു. അഴൽ നിറയുന്ന ഇരുൾ വീഴുന്നൊരു വീതിയിൽ പൊൻവിളക്കായി തെളിയണമമ്മേ യേശുവിനമ്മേ. അമലോത്ഭവമരിയേ ആത്മമനോഹരിയേ. ഫില്ലിച്ച വളരെ വളരെ സുന്ദരമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കുരുവടശ്ശേരി അച്ഛൻ്റെ വരികളാണല്ലേ? അതെ അച്ഛാ. അച്ഛൻ ഞങ്ങളുടെ ബാച്ചുകാരൻ അച്ഛനും കൂടിയാണ്. ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ പ്രിയപ്പെട്ട ജോസഫ് കുരുവടശ്ശേരി അച്ഛനെ കുരുവി അച്ഛൻ എന്നാണ് വിളിക്കുക. അച്ഛൻ്റെ വരികൾ, ആ വരികളിൽ തന്നെ അച്ഛന് അമ്മയോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട്, വളരെ കൃത്യമായിട്ടുണ്ട്. അതിന് മനോഹരമായിട്ട് അച്ഛൻ അതിന് സംഗീതവും നൽകി നല്ല ഹൃദ്യമായിട്ട് ആലപിച്ചു. നിങ്ങൾ രണ്ടുപേരും എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം നിങ്ങളുടെ നെഞ്ചിൽ എന്തുമാത്രമുണ്ടെന്ന് വളരെ ക്ലിയർ ആകുന്ന ആ ഗാനമായിരുന്നു. ഈ ഗാനത്തെപ്പറ്റി പ്രത്യേകിച്ച് എന്തെങ്കിലും അനുഭവങ്ങൾ ഫില്ലച്ചൻ പറയാനുണ്ടോ? തീർച്ചയായിട്ടും അച്ഛാ, ഈ ഒരു മാതാവിൻ്റെ ഒരു പാട്ടാണ് ഞാൻ കമ്പോസ് ചെയ്തപ്പോഴും എനിക്കൊരു വാത്സല്യനിധിയായ അമ്മയുടെ ആ സാന്നിധ്യമാണ് തീർച്ചയായിട്ടും തോന്നിയത്. അത് മാത്രമല്ല, അച്ഛൻ എനിക്ക് വരികൾ എഴുതി അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അച്ഛനിപ്പോൾ എന്താ ചെയ്യുന്നത്? അച്ഛനിപ്പോൾ ആദിലാബാദ് ഒരു സ്കൂളിൽ പഠിപ്പിക്കുകയാണ് അച്ഛൻ. അത് മാത്രമല്ല, അച്ഛൻ ഒത്തിരി ആർട്ടിക്കിളൊക്കെ എഴുതുന്നൊരു വ്യക്തി കൂടിയാണ്. തിയോളജി പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കവിതകൾ ഒത്തിരി അച്ഛൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മയുടെയും പിന്നെ ഇതിനു മുമ്പ് അച്ഛൻ ഒന്ന് രണ്ട് ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ദിവ്യകാരുണ്യത്തെ അനുസ്മരിച്ചിട്ടുള്ള 2 ഗാനങ്ങളിലൂടെ അച്ഛൻ എഴുതിയിട്ടുണ്ട്. എനിക്ക് തന്നെ അത് സംഗീതം ചെയ്യാൻ സാധിച്ചു. ഈ ഒരു പാട്ട് ചെയ്തപ്പോഴും പെട്ടെന്നത് സംഗീതം കൊടുക്കുവാനായിട്ട് സാധിച്ചു. അമ്മയുടെ ഒരു രൂപത്തിൽ നിന്നുകൊണ്ടാണ് ചാപ്പലിൽ ഞങ്ങൾ നമ്മുടെ അനുഗ്രഹാരം ഞാനിപ്പോൾ ഉള്ള ട്രാൻസിറ്റ് ഹൗസിൽ നിന്നുകൊണ്ടാണ് ഈ ഗാനം ചെയ്തത്, ആലുവയിലുള്ള. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അച്ഛനും അത് ഒത്തിരി ഷെയർ ചെയ്യാറുണ്ട് പലപ്പോഴും, അമ്മയുടെ വാത്സല്യവും സ്നേഹവും ഒക്കെ. അച്ഛാ, മാതാവിൻ്റെ ആ ഗാനം അത് എഴുതിയതും സംഗീതം ചെയ്തതും ആ സമയത്ത് അമ്മയുടെ മുമ്പിലിരുന്ന കാര്യങ്ങളൊക്കെ വളരെ ഹൃദ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ ഇനിയും ഒത്തിരി പരിശുദ്ധ അമ്മയെ പറ്റി സ്തുതിച്ചുകൊണ്ടുള്ള ഒത്തിരി ഗാനങ്ങൾ എഴുതാനായിട്ടുള്ള ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അച്ഛൻ. താങ്ക് യു അച്ഛാ. വിപിൻ അച്ഛാ, നമുക്കെല്ലാവർക്കും അറിയാം ബഹുമാനപ്പെട്ട വിപിൻ കുരിശിറച്ചൻ ഇന്ന് മീഡിയയിൽ നമ്മുടെ യൂട്യൂബിലും
അതുപോലെ തന്നെ അച്ഛൻ്റെയൊക്കെ വിശുദ്ധ കുർബാനയൊക്കെ ഞാൻ പലപ്പോഴും വലിയൊരു യൂട്യൂബിലാണെങ്കിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ വിടവിയിൽ വന്ന് അച്ഛൻ ഭക്തിയൊരു ബലി അർപ്പിച്ചു. അതൊക്കെ എൻ്റെ ഓർമ്മയിൽ വരികയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് എത്രയോ നല്ല ഗാനങ്ങൾ അച്ഛന് ഈ നിമിഷം വരെ അച്ഛനെ ആലപിച്ചിട്ടുണ്ട്. ഒത്തിരി ഗാനങ്ങൾ, ഭക്തിഗാനങ്ങൾ, ഒത്തിരി നല്ല പാട്ടുകൾ അച്ഛന് പാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവരും നമ്മൾ ശ്രദ്ധാപൂർവം അത് ശ്രവിക്കുന്നു. വലിയൊരു ദൈവാനുഭവം അതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു ആഗ്രഹമാണ് വിപിനച്ഛന്, ഞാൻ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് അച്ഛന് ആദ്യമായിട്ട് ആ ഒരു പാടിയ ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നുന്നു. അതിലും എനിക്ക് സംഗീതം ചെയ്യാൻ പറ്റി. അത് വളരെ മനോഹരമായിട്ട് വിപിനച്ഛൻ അന്ന് പാടുകയും ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് റെക്കോർഡ് ചെയ്തതാണ് ചാലക്കുടിയിലെ സ്റ്റുഡിയോയിൽ. അതൊരു പിതാവിൻ്റെ സ്നേഹം അമ്മ വഴിയായിട്ട് കിട്ടുന്നൊരു അനുഭവമാണ്. അതാണ് വരികളുടെ കോൺസെപ്റ്റ്. അച്ഛന് ആ മനോഹരമായ ഗാനം ഞങ്ങൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി ഒന്ന് ആലപിക്കുവാനായിട്ട്. ഉറപ്പായിട്ടും വെച്ചാൽ എനിക്കത് ഒത്തിരി സന്തോഷമേ ഉള്ളൂ. നല്ലവഴി കാട്ടുവാൻ ആ ഗാനം. ഞാനത് ഒത്തിരി വേറൊരു സന്തോഷം പറയാനുള്ളത്, ഞാൻ ഏറെ നാൾ മിനിസ്റ്റർ ചെയ്തിരുന്നൊരു സ്ഥലം, അത് ബ്രദറായിരിക്കുമ്പോഴും ഡീക്കനായിരിക്കുമ്പോഴും കൊച്ചച്ഛനായിരിക്കുമ്പോഴും ഒക്കെ മിനിസ്റ്റർ ചെയ്തിരുന്നത് ബാംഗ്ലൂരുള്ള ഹോളി ഫാമിലി ഹോങ്കസാന്ദ്രയിലെ ഒരു ഇടവകയാണ്. നല്ല ഒരു സുന്ദരമായ ഒരു ഇടവകയാണ്. അവിടെയുള്ളൊരു പെണ്ണമ്മ ചേച്ചിയുടെ വരികളാണ്. അപ്പോൾ അച്ഛൻ അന്ന് ഈ സംഗീതം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ആദ്യ പാട്ടുകളിൽ ഒന്നും കൂടിയായിരുന്നു. അത് പറയാതിരിക്കാൻ വയ്യ. ആ നന്ദിയും കൂടി ഈ സമയത്ത് അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ പാട്ട് ഞാൻ പാടുമ്പോൾ ഇത് അമ്മയുടെ സ്നേഹം, നമ്മുടെ പാരൻസിൻ്റെ ഒക്കെ സ്നേഹം കാണിക്കുന്നതാണ്. ദൈവം എന്തുമാത്രം കരുതലുണ്ടെന്ന് കാണിക്കുന്ന വരികളാണ്. അതിന് അച്ഛൻ നല്ല മനോഹരമായിട്ട് സംഗീതം നൽകി. ഞാൻ ഈ പാട്ട് പാടുമ്പോൾ അച്ഛൻ്റെ പ്രിയപ്പെട്ട അമ്മച്ചി ഏലിക്കുട്ടി അമ്മച്ചിക്ക് വേണ്ടി ഈ ഗാനം എനിക്ക് തോന്നുന്നു അമ്മച്ചി കാണുന്നുണ്ടാവും അല്ലേ, ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും. അമ്മച്ചി ഒത്തിരി സന്തോഷത്തോടെ അമ്മച്ചിക്കായിട്ട് ഈ പാട്ട് സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നൽവഴി കാട്ടാൻ അമ്മയെ നൽകിയ നല്ല ഈശോയേ, പരിപാലിക്കുവാൻ അപ്പനെ നൽകിയ നല്ല ഈശോയേ, നൽവഴി കാട്ടാൻ അമ്മയെ നൽകിയ നല്ല ഈശോയേ, പരിപാലിക്കുവാൻ അപ്പനെ നൽകിയ നല്ല ഈശോയേ. നേർവഴി കാണുവാൻ കണ്ണുകൾ നൽകി നല്ലൊരു ഈശോയേ, വചനം ശ്രവിക്കാൻ കാതുകൾ നൽകിയ നല്ല ഈശോയേ, നേർവഴി കാണുവാൻ കണ്ണുകൾ നൽകി നല്ലൊരു ഈശോയേ, വചനം ശ്രവിക്കാൻ കാതുകൾ നൽകിയ നല്ല ഈശോയേ, നൽവഴി കാട്ടാൻ അമ്മയെ നൽകിയ നല്ല ഈശോയേ, പരിപാലിക്കുവാൻ അപ്പനെ നൽകിയ നല്ല ഈശോയേ. വിപിനച്ച, ഒത്തിരി സന്തോഷം തോന്നുകയാണ്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുകയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാനത് പാട്ട് ഇപ്പോൾ ആസ്വദിച്ചത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ചെയ്തതാണെങ്കിൽ
ഇപ്പോഴും ഇതെല്ലാം നമ്മൾ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്രമാത്രം അനുഗ്രഹീതരാണ്, എത്രമാത്രം അനുഗ്രഹപ്പെട്ടവരാണ്. നമ്മൾ 5-8 വർഷമായല്ലേ? 5-8 വർഷത്തിൽ കൂടുതലായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. കാരണം നമ്മളെ ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിച്ച് നമ്മുടെ അപ്പച്ചനെ അമ്മച്ചിയെ നൽകി നമുക്കൊരു ജീവിതം നൽകി. അപ്പം ആ ഒരു വാത്സല്യം നുകർന്നുകൊണ്ട് അച്ഛനത് ആലപിച്ചു. വളരെ മനോഹരമായിട്ട് അച്ഛന് ആലപിച്ചു. എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഹൃദയത്തിൽ നിന്ന് പറയുകയാണ്, വളരെ സന്തോഷമുളവാക്കുന്ന ഒരു നിമിഷമായിരുന്നു അത്. അച്ഛന് പ്രത്യേകമായിട്ടും നന്ദി പറയുകയാണ്. ഒത്തിരി നന്ദി ഫിലിനച്ച, ഒത്തിരി സന്തോഷമാണ്. ഈ ഒരു വേദി വളരെ ഹൃദ്യമായിട്ട് എനിക്ക് തോന്നി. പ്രത്യേകിച്ച് അച്ഛനോടൊപ്പം ഇരിക്കാനും അച്ഛൻ്റെ അനുഭവങ്ങളൊക്കെ വളരെ ഹൃദ്യമായിരുന്നു. അച്ഛൻ്റെ ദൈവവിളിയിൽ ലഭിച്ച കാര്യവും അച്ഛനെ കരുതലോട് കൊണ്ടുപോയ അച്ഛൻ്റെ കുടുംബത്തെ പറ്റിയും അച്ഛൻ ആ സംഗീത പാരമ്പര്യം ലഭിച്ചതും അച്ഛനെ കരുതലോടെ വളർത്തിയ എല്ലാവരെ പറ്റി അച്ഛൻ വിശേഷമായിട്ട് പറഞ്ഞു. അച്ഛൻ്റെ മനോഹരമായ ഗാനങ്ങളെ പറ്റിയൊക്കെ. നമുക്ക് ഈ സെക്ഷൻ ഇവിടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തിരികെയാണ്. നമുക്കിനി കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ പാട്ടുകളും വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും നന്ദി. അമ്മയെ നൽകിയ നല്ല ഈശോയേ, പരിപാലിക്കുവാൻ അപ്പനെ നൽകിയ നല്ല ഈശോയേ, നൽവഴി കാട്ടാൻ അമ്മയെ നൽകിയ നല്ല ഈശോയേ, പരിപാലിക്കുവാൻ അപ്പനെ നൽകിയ നല്ല ഈശോയേ.